1 സങ്കീർത്തനം നമുക്ക് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നിൻ്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നിൻ്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു. നിൻ്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. ഒന്നിച്ച് വായിക്കാം. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം, ഇന്ന് സന്ധ്യാസമയം നമ്മൾക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. നമ്മൾ വായിച്ചു കേട്ടതായ ദൈവത്തിൻ്റെ വചനം 42-ാം സങ്കീർത്തനമാണല്ലോ നാം വായിച്ചു കേട്ടത്. ഈ സങ്കീർത്തനം അതിൻ്റെ ഹെഡിങ്ങിൽ നമുക്ക് കാണുന്നത് കോരേഹ് പുത്രന്മാരുടെ സങ്കീർത്തനം എന്നാണ് നമുക്ക് അതിൽ കാണുവാൻ സാധിക്കുന്നത്. കോരേഹ് പുത്രന്മാരുടെ സങ്കീർത്തനം നമുക്കവിടെ കാണുവാൻ സാധിക്കും. കോരേഹ് പുത്രന്മാർ എഴുതിയതായ സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സങ്കീർത്തനം 5 പുസ്തകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1-ാം പുസ്തകം, 2-ാം പുസ്തകം, അങ്ങനെ 3, 4, 5 പുസ്തകങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഇതിനാധാരമായിട്ട് പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശയുടെ പഞ്ചപുസ്തകങ്ങൾ എന്നറിയപ്പെടുന്നതായ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന, ഈ 5 പുസ്തകങ്ങൾ അവിടെ സംഗ്രഹമാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയപ്പെടുന്നതായ കാര്യങ്ങൾ ഇതിനകത്തും കടന്നു വന്നിട്ടുണ്ട്. എന്ത് രീതി കൊണ്ട് 1-ാം പുസ്തകം എന്ന് പറയുന്നത് 1 മുതൽ 41 വരെ ഉള്ള സങ്കീർത്തനങ്ങളാണ് 1-ാം പുസ്തകത്തിൽ ഉൾപ്പെടുന്നത്. 2-ാം പുസ്തകമാണ് ഇന്ന് തുടക്കത്തിൽ നമ്മൾ വായിക്കാൻ വായിച്ചത്. അത് 42 മുതൽ 72 വരെയുള്ളതായ സങ്കീർത്തനങ്ങൾ ഈ 2-ാം പുസ്തകത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഈ പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് ഇസ്രയേൽ ജനത്തിൻ്റെ മിസ്രൈമിലെ കഠോരമായ പീഡയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. എങ്കിലും ആ പുസ്തകം അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തോടു കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുനിവാസത്തെ നിറയ്ക്കുന്നതായ നിറവോടുകൂടി, ദൈവത്തിൻ്റെ സാന്നിധ്യം തിരുനിവാസത്തെ നിറയ്ക്കുന്നതായ നിറവോടുകൂടിയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ സങ്കീർത്തനവും അതുപോലെ തന്നെ ആരംഭിക്കുന്നത് വളരെ നെടുവീർപ്പോടും കഷ്ടതയോടും കൂടി ആരംഭിക്കുന്നുവെങ്കിൽ തന്നെയും അത് അവസാനിക്കുന്നത് മഹിമയോട് ഭരിക്കുന്നതായ രാജാവിൻ്റെ വിജയഗീതത്തോടു കൂടിയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഏവർക്കും സുപരിചിതമായ സങ്കീർത്തനമാണ് ഈ 42-ാം സങ്കീർത്തനം. എല്ലാവരും എപ്പോഴും ഉരുവിടുന്നതായ സങ്കീർത്തനമാണ് ഈ 42-ാം സങ്കീർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം. അതിൻ്റെ വാക്യം, 1-ാമത്തെ വാക്യം കാണാതെ അറിയാൻ വയ്യാത്തവരാരും തന്നെയും ഇവിടെ ഇല്ല. എന്താണ് 1-ാമത്തെ വാക്യം? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു മാനിനെക്കുറിച്ച് നാം എല്ലാവർക്കും അറിയാവുന്നതാണ്. മാന് എവിടെയാണ്? വനാന്തരത്തിൽ ജീവിക്കുന്നതായ ഒരു ജീവിയാണ് മാൻ എന്ന് പറയുന്നത്. ഈ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ദാഹം അനുഭവപ്പെടുന്ന ഒരവസ്ഥ വന്ന് ഭവിക്കാറുണ്ട്. അപ്പോൾ ദാഹം അനുഭവപ്പെടുമ്പോൾ നാം എന്ത് ചെയ്യും? വെള്ളം കുടിക്കാനുള്ളതായ ആ ജിജ്ഞാസ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. വെള്ളം കുടിക്കാൻ അന്നേരം ഒരു പക്ഷെങ്കിൽ ലഭിച്ചില്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ എന്ത് ചെയ്യും? അല്പം അങ്ങോട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ശലം കൂടെ കഴിഞ്ഞാലും പിന്നെ കുടിക്കാം എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. എന്നാൽ ഈ മാനിനെ
ഇതിനെക്കുറിച്ച് സങ്കീർത്തനക്കാരന് ആ വേദപണ്ഡിതന്മാർ പറയുന്നത്, ഈ മാൻ എന്താണ്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് സാധാരണ ദാഹമുള്ളതായൊരു മാനിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. ഈ മാൻ എന്ന് പറയുമ്പോൾ അതിനെ വന്യജീവികളെ ഉപദ്രവിക്കുവാനായിട്ട് ശ്രമിക്കും, അതിനെ പിടിച്ച് ഭക്ഷിക്കുവാനായിട്ട് മറ്റ് ഹിംസ്ര ജീവികൾ എന്ത് ചെയ്യും, അതിൻ്റെ പുറകെ ഓടി വരും. അപ്പോൾ അതിൽ നിന്ന് ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടുന്നതായ ഓട്ടമാണ് അവിടെ ചിത്രീകരിക്കുന്നത്. അങ്ങനെ ഓടി അത് പ്രാണരക്ഷാർത്ഥമാണ് ഈ മാൻ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് ഓടിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഓടുന്ന കൂട്ടത്തിൽ അതിന് പ്രാണഭയത്തോടു കൂടിയുള്ള ഓട്ടം അത് ഓടുന്നത്. അപ്പോഴെന്ത് ചെയ്യും, അതിൻ്റെ ദാഹം കൊണ്ട് വല്ലാത്ത പരവശനായി തീരുവാനിടയായിത്തീരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യും, അത് എവിടെ ജലം ലഭിക്കുമോ, എവിടെ ജലാശയം ലഭിക്കുമോ അവിടേക്കാണ് ലക്ഷ്യം. ഓടുന്നതിൻ്റെ ലക്ഷ്യം അതാണ്, എനിക്ക് വെള്ളം ലഭിക്കണം, വെള്ളം ലഭിച്ച് അവിടെ അല്പസമയം വിശ്രമിക്കാമെന്നുള്ളൊരു ചിന്തയോടുകൂടിയല്ല മാൻ ഓടുന്നത്. പിന്നെ എങ്ങനെയാണ് ആ വെള്ളം കുടിച്ചതിന് ശേഷം പിന്നെയും അത് ഓടുകയാണ്. അപ്പോൾ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എപ്രകാരം ഒരു മാന് ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിലെ ആ നീർത്തോടിനടുത്തേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ഉദ്ദേശിക്കുന്നത്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ. സാധാരണ ദാഹം നമുക്കുണ്ടാകുമ്പോൾ അല്പം കഴിഞ്ഞായാലും നമുക്ക് കുടിക്കാമെന്നുള്ളൊരു ചിന്തയല്ല. പിന്നെയോ ഈ മാനിൻ്റെ ജീവിതത്തിൽ അവൻ്റെ പുറകിൽ എന്ത് ചെയ്യുന്നു, ഭയത്തോടു കൂടിയാണ് ഓടുന്നത്, പ്രാണഭയത്തോടു കൂടിയാണ് ഓടുന്നത്. അവന് ജലമില്ല എങ്കിൽ അവന് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല, ഒരു ചുവട് പോലും ഓടുവാൻ സാധിക്കത്തില്ല. അപ്രകാരമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ മാൻ എന്ത് ചെയ്ത് ഓട്ടം ഓടുന്നത്. അതാണ് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്ന് ഹല്ലേലൂയ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ വാക്യം എപ്രകാരമാണ് വായിക്കുന്നത്, വായിച്ചാട്ടെ. ഇവിടെ രണ്ടാം വാക്യത്തിൽ പ്രകാരം പറയുന്നത്, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ളതായ ഒരു ആകാംക്ഷ, അതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും രാവിലെ നമ്മൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് വീടുകളിൽ നിന്ന് ഇറങ്ങി ഈ ആരാധനയ്ക്ക് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേരണം എന്നുള്ളൊരു ജിജ്ഞാസ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്രകാരമാണ് നമ്മൾ എല്ലാവരും ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി. ഇത് സങ്കീർത്തനക്കാരനോട് പറയുന്നത്, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയായി തീരും. അപ്രകാരമുള്ളതൊരു വാഞ്ച നമുക്ക് എപ്പോഴാണ് നമുക്കിവിടെ മീറ്റിംഗ് ആരംഭിക്കുന്നത്, കൃത്യസമയത്ത് നമുക്ക് എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹം, ഒരു ആകാംക്ഷ നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. എന്നാൽ ഇന്ന് അനേകരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യില്ല, അങ്ങനെയുള്ളൊരു ആകാംക്ഷയൊന്നും ഇല്ല. ഹല്ലേലൂയ. ആരാധനയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഹല്ലേലൂയ സമയത്തിന് ഇവിടെ വരണം എന്നുള്ളൊരു ആകാംക്ഷ അനേകരിലും കാണുന്നില്ല. എന്നാൽ ആ പ്രതീക്ഷയോടുകൂടി, ആ ജിജ്ഞാസയോടുകൂടി കടന്നു വരുന്ന അനേകർ ഇന്ന് ജീവിതത്തിലുണ്ട്. അതിനെക്കുറിച്ച് ഹല്ലേലൂയ എന്നെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതായ കാനം അച്ഛൻ എന്ന് പറയുന്ന അച്ഛനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ആ അച്ഛൻ ഈ വാക്യത്തെക്കുറിച്ച് പ്രകാരമാണ് പറയുന്നത്, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് പോകുവാനിടയായി തീരും. ദൈവസന്നിധിയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും സമയം നോക്കുന്നവരാണ്, എപ്പോഴാണ് ഇവിടുന്ന് മീറ്റിംഗ് അവസാനിക്കുന്നത്, 2 മണിക്കൂർ. കാരണം പല കാര്യങ്ങൾ നമുക്ക് ഇതിന് ശേഷമുണ്ട്. ഹല്ലേലൂയ. എപ്പോൾ ഇവിടുന്ന് പോകുവാനിടയായി തീരും, അങ്ങനെയുള്ളൊരു ചിന്തയല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പിന്നെയോ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പിന്നെയും നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്താണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാളും ഉത്തമമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സങ്കീർത്തനം 63-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അപ്പോൾ വെള്ളമില്ലാതെ വരണ്ടതായ ദേശത്തെ കുറിച്ചാണ് 63-ാം സങ്കീർത്തനം ഇവിടെ പറയുന്നത്. അപ്രകാരമുള്ളതൊരു വാഞ്ച നമ്മുടെ എവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവസന്നിധിയിലായിരിക്കുന്നത്, മറ്റൊരു ഭാഗത്ത് പറയുന്നത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാളും ഉത്തമമാണ്. 84-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ.
ഇവിടെ 84 സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നത്, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായി ഇരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം എന്നാണ് കാണുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരൻ, അകത്തേക്ക് പോകണ്ട, അതിനുള്ള അവസരമല്ല, പിന്നെ വെളിയിലൊരു കാവൽക്കാരനായിട്ട് നിന്നാൽ മതിയെന്നുള്ളൊരു താല്പര്യം, അകത്തോട്ട് പോകണ്ട എന്നുള്ളതല്ല ചിന്ത. പിന്നെ അവിടെ ഒരു വാതിൽ കാവൽക്കാരനായിട്ട് നിന്നാലും എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യും, ആത്മീയ സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ചിന്തയാണ് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ ഇവിടെ നമുക്ക് നൽകി തരുന്നത്. നോക്കുക, ഹല്ലേലൂയ അപ്രകാരമുള്ളതൊരു വാഞ്ച, അപ്രകാരമുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ മുൻപിൽ അധികം സമയമില്ലല്ലോ, അധികം കാര്യങ്ങൾ എല്ലാ വാക്യത്തെക്കുറിച്ചും വിവരിക്കുവാനുള്ളതായ സമയം നമുക്ക് വിടില്ലല്ലോ. 4-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട്, അതിൻ്റെ ഉത്സവം ആചരിക്കുന്ന 40. ഇവിടെ കാണുന്നത് 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രസ്വരവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ അത് ഹല്ലേലൂയ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. കഴിഞ്ഞ നാളുകളിൽ നല്ല രീതിയിൽ ആരാധിച്ചവരാണ്, പാട്ടുപാടിയവരാണ്, ദൈവത്തെ സ്തുതിച്ചവരാണ്, പ്രാർത്ഥിച്ചവരാണ്, ആത്മീയ കാര്യങ്ങളിൽ വളരെ നല്ല ശുഷ്കാന്തിയോടുകൂടി ഇടപെട്ടവരാണ്. എന്നാൽ ഇന്ന് എന്ത് ചെയ്യണം, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രസ്വരത്തോടു കൂടിയ സമൂഹമധ്യേ ദൈവാലയത്തിലേക്ക് ഞാൻ ചെന്നത് ഓർക്കുകയാണ് ഇന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ സന്ധ്യാസമയത്തോട് അടുത്തതായ സമയത്ത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരും ഹല്ലേലൂയ എന്താണ് ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഇപ്രകാരം ദൈവത്തെ ആരാധിച്ചിരുന്നു. ഇന്ന് ഹല്ലേലൂയ അതേപോലെ ഹല്ലേലൂയ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് ആരാധിക്കുവാൻ കഴിയാത്തതായ അവസ്ഥ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. കാരണം ഹല്ലേലൂയ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്തോത്രത്തോടുകൂടെ സമൂഹമധ്യേ ദൈവാലയത്തിലേക്ക് ചെന്നത് ഞാൻ ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ ആരാധിച്ചിരുന്ന, ദൈവത്തെ സ്തുതിച്ചിരുന്ന, ദൈവത്തിന് വേണ്ടി പ്രകാരം ശുഷ്കാന്തിയോടുകൂടി നിന്നിരുന്നു. ഹല്ലേലൂയ എന്നാൽ ഇന്ന് ഹല്ലേലൂയ പ്രകാരം എനിക്ക് നിൽക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഹല്ലേലൂയ ഓർത്തുകൊണ്ട് ആ മനസ്സ് വിഷമിക്കുന്നത് ഒരവസ്ഥയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ നാം ദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെയാണ്. ഹല്ലേലൂയ കാരണം ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത് ഓർത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുകയില്ല, ആരാധിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ ആരാധന എന്ന് പറയുന്നത് ഹല്ലേലൂയ ആരുടെയും പ്രേരണ കൊണ്ട് ദൈവത്തെ ആരാധിക്കുക അല്ല വേണ്ടത്. ഹല്ലേലൂയ ഒരാൾ ഹല്ലേലൂയ ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ നാം എന്ത് ചെയ്യണം, ഒന്നിച്ച് നമുക്ക് പാടി ആരാധിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ പരപ്രേരണ കൂടാതെയുള്ളതായ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ചെയ്തതായ ഉപകാരങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹല്ലേലൂയ നാം മറ്റുള്ളവരുടെ പ്രേരണ കൂടാതെ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ അതാണ് ആരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ അപ്പോൾ ദൈവം നമ്മുടെ ആരാധനയിൽ പ്രസാദിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ ദൈവത്തെ നാമത്തിന് അതിപരിശുദ്ധ നാമം ദൈവം സ്തുതിക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഹല്ലേലൂയ എല്ലാ വാക്യങ്ങളും വായിക്കുവാനായിട്ടുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. അതുകൊണ്ട് ഹല്ലേലൂയ അതിൻ്റെ അവസാനത്തെ വാക്യം കൂടെ 42-ാം സങ്കീർത്തനത്തിൻ്റെ ഇവിടെ ലാസ്റ്റ് ഒടുവിലത്തെ വാക്യപ്രകാരം പറയുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഇത് 5-ാമത്തെ വാക്യം അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. 5ഉം 11ഉം ഒരേ വാക്യം തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെക്കുറിച്ച് പറയും. അപ്പോൾ ഹല്ലേലൂയ മേളിൽ പറഞ്ഞതായ പല വിഷാദങ്ങൾ കാര്യങ്ങളെല്ലാം ഉള്ളിലുണ്ട്. അതെല്ലാം ഒതുക്കിക്കൊണ്ട് ഹല്ലേലൂയ ലാസ്റ്റിൽ ഇപ്രകാരം പറയുകയാണ്, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ ആത്മാവെ നീ ഉള്ളിൽ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ നോക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ യാതൊരു ദുഃഖവും അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല. ഹല്ലേലൂയ ഏത് സമയത്തും ദൈവത്തിൽ നാം പ്രത്യാശ വയ്ക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ നമ്മുടെ ദുഃഖത്തിൻ്റെ വേളകളിൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ വേളകളിൽ, നമ്മുടെ ഏത് ഹല്ലേലൂയ സാഹചര്യങ്ങളിലായിരുന്നാലും ഹല്ലേലൂയ നാം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ ഈ
ഈ പറയുന്നത് ഹാലലിയ എല്ലാ പ്രശ്നങ്ങളുടെയും വിഷാദത്തിൻ്റെയും ഹാലലിയ ഈ ഒരു മറുമരുന്ന് എന്ന് പറയുന്നത് ഹാലലിയ ദൈവം എന്ന് പറയുന്നത് സൂര്യനെ പോലെയാണ് ഹാലലിയ പ്രകാശിക്കും. ദൈവം നമ്മുടെ ദൈവം ആരാണ്? പ്രകാശവാനാണ്. ഹാലലിയ ദൈവം വെളിച്ചമാണ്. ഹാലലിയ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നത് കർത്താവ് പറഞ്ഞു. ഹാലലിയ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ അടുത്തേക്ക് നാം ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ നിഴൽ എന്ത് ചെയ്യുന്നു? പുറമോട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഹാലലിയ പുറകിലാണ് നമ്മുടെ നിഴൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യും? ഹാലലിയ ആ പുറമോട്ട് മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. ഹാലലിയ അങ്ങനെ ആകുമ്പോൾ ദൈവത്തിലേക്ക് നാം അടുത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ ആയിത്തീരുമ്പോൾ ഹാലലിയ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ഹാലലിയ നാം ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങേണ്ടതായ ആവശ്യമില്ല. ഹാലലിയ എൻ്റെ ആത്മാവേ, നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്ത്? ഹാലലിയ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹാലലിയ അങ്ങനെ ഒരു ദൈവത്തിനെ സ്തുതിക്കുവാൻ ഹാലലിയ നമുക്ക് കഴിയുന്നുവെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ഹാലലിയ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരായി തീരുവാനായിട്ട് ഇടയായിത്തീരരുത്. ഹാലലിയ നോക്കുക. ഹാലലിയ അതിൻ്റെ 10ാമത്തെ വാക്ക് എന്ന് വായിച്ചാട്ടെ. 42:10. ഇവിടെ പറയുന്ന 10ാമത്തെ വാക്ക് നമുക്ക് പ്രകാരം കാണും. നിൻ്റെ ദൈവം എവിടെ എന്ന് എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. ഹാലലിയ അപ്പോൾ അപ്രകാരമുള്ളതായ സംസാരങ്ങൾ പലരുടെയും ജീവിതത്തിൽ പലരിൽ നിന്ന് നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. ഹാലലിയ ഇവിടെ പറയുന്നത് എൻ്റെ അസ്ഥികളെ ഹാലലിയ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. അപ്രകാരമുള്ളതായ വാക്കുകൾ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. സദൃശവാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സദൃശവാക്യം 12:18 വാക്യം കാണുന്നു. വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനികളുടെ നാവോ സുഖപ്രദമാണ്. ഹാലലിയ അപ്പോൾ അപ്രകാരം സംസാരിക്കുന്ന ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വരും. ഒരു പക്ഷെങ്കിൽ സഭയിൽ കാണും, അല്ലെങ്കിൽ അയലത്ത് കാണും, അയൽവക്കക്കാർ കാണും, ഹാലലിയ സമൂഹത്തിൽ കാണും. ഇപ്രകാരമുള്ളതായ സംസാരങ്ങളുടെ മധ്യത്തിൽ നാം എന്ത് ചെയ്യും? തളർന്നു പോകുവാനായിട്ട് ഇടയായി തീരരുത്. ഹാലലിയ നാവ് ഹാലലിയ മൂർച്ചയുള്ളതായ ഹാലലിയ നാവ് കൊണ്ട് ഹാലലിയ കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്. ഒരു പക്ഷേങ്കിൽ അപ്രകാരമുള്ളവർ ഹാലൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? നാം ഹാലലിയ തളർന്നു പോകുവാനിടയായി തീരരുത്. നാം ക്ഷീണിച്ചു പോകുവാനായിട്ട് ഇടയായി തീരരുത്. ഞാനിങ്ങനെ ചെറുപ്പകാലത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കവിത ഇപ്രകാരമുണ്ട്. നാരാജശല്യം ദേഹത്തിങ്കൽ നെടുത്തിടാം, ക്രൂരവാത്സല്യം വെക്കും ചികിത്സകനില്ലടോ. ഹാലലി നാരാജശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പുകൾ കൊണ്ടുണ്ടാകുന്നതായ മുറിവ് എന്ത് ചെയ്തു? ചികിത്സിച്ച് ഭേദപ്പെടുത്താം. എന്നാൽ വാക്കുകൾ കൊണ്ടുണ്ടാകുന്നതായ മുറിവുകൾ ഒരിക്കലും ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നാരാജശല്യം ദേഹത്തിങ്കൽ നെടുത്തിടാം, ക്രൂരവാത്സല്യം വെക്കും ചികിത്സകനില്ലടോ. ഹാലലിയ പ്രിയമുള്ളവരെ, നമ്മുടെ നാവ് കൊണ്ട് ഹാലല് മറ്റുള്ളവരെ വേദനിപ്പിക്കുവാനായിട്ട് പാടില്ല. നമ്മുടെ സംസാരത്തിൽ നിന്ന് നമ്മുടെ നോട്ടത്തിൽ നിന്ന് മറ്റുള്ളവരെ എന്ത് ചെയ്യുക? വേദനിപ്പിക്കുവാനായിട്ട് പാടില്ല. ഹാലലിയ അങ്ങനെ ആണെങ്കിൽ ഹാലലിയ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹാലലുയ കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് സമയം അനുഭവിച്ച കർത്താവിൻ്റെ ദാസനോട് സഭയോട് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നു കൊള്ളുന്നു.